നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഈസ്റ്റർ സ്പെഷ്യൽ ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. ഫിഷ് ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 4 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ അരി, 1.5 കിലോ നെയ്മീൻ, 8 സവാള അരിഞ്ഞത്. ഇത് മീനിൽ അരപ്പ് പുരട്ടാനുള്ളതാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. 50 ഗ്രാം അണ്ടിപ്പരിപ്പാണ്. ഇത് ചെറിയ ചൂട് വെള്ളത്തിൽ കോർത്ത് വെച്ച് ഞാൻ അരച്ചെടുക്കും. ഇത് കുറച്ച് കഷ്കഷാണ്. ഇതും ചെറിയ ചൂട് വെള്ളത്തിൽ ഞാൻ കോർത്ത് വെച്ച് അരച്ചെടുക്കും. കുറച്ച് നാരങ്ങ നീര്, ഒരു 12 പച്ചമുളക് ചതച്ചത്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് സാജീരകമാണ്, കുറച്ച് ഹോൾ സ്പൈസസ്. ഇനി മീൻ മാരിനേറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി. ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി 2 സ്പൂൺ ഇടുകയാണ്. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുന്നു. നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം. മസാല മീനിലോട്ടൊന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. മീനിൽ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്ത് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയാണ്. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ഇടുകയാണ്. എണ്ണ ചൂടായി. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. ഉള്ളി നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഇടുകയാണ്. ഇതിലേക്ക് ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർക്കുകയാണ്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. മഞ്ഞൾപ്പൊടി ടേബിൾ സ്പൂണാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ഇതിൽ കുറച്ച് ചേർത്തിട്ടുള്ളത്. നമ്മുടെ പൊടികളുടെ പച്ച ചുവയെല്ലാം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും ചേർക്കുകയാണ്. ഇതിലൊരു 1/2 ടേബിൾ സ്പൂൺ സാജീരകം ചേർക്കുന്നു. ഇതിൽ ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി ഇടുകയാണ്. 3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുക. അടുത്തത് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന കഷ്കഷും അണ്ടിപ്പരിപ്പും കൂടെ ഇതിൽ ചേർത്ത്
മിക്സാക്കി എടുക്കും. ഇതിലേക്ക് ഞാൻ ശകലം തിളച്ച വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഇതിൽ കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കൂടെ കറിയുടെ ആവശ്യത്തിന് വേണ്ടി ചേർക്കുകയാണ്. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ മീനിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടെ ഇടുകയാണ്. ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബിരിയാണി സെറ്റാക്കി എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിൽ ഞാൻ ചോറ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ അരപ്പും മീനും കൂടെ ചേർക്കുകയാണ്. നമ്മൾ ചോറിൽ മീൻ ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ പൊരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി, കുറച്ച് കഷ്നട്ട്, കുറച്ച് മുന്തിരി വറുത്തത് ഇടുകയാണ്. അതിന് കൂടെ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർക്കുകയാണ്. ബാക്കിയുള്ള ചോറും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു 2 തുള്ളി പൈനാപ്പിൾ എസൻസും കൂടെ ഞാനിതിൽ ചേർത്തു. ഇവിടെ ബാക്കിയുള്ള വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിഷ്മിഷും ഉള്ളി വറുത്തതും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് ദം ചെയ്യാൻ വേണ്ടി അടുപ്പിലോട്ട് വയ്ക്കും. ഇതിന് കുറച്ച് നേരം നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദമ്മിലിടുന്ന സമയത്ത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ അതിൻ്റെ അടിയിൽ വയ്ക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ദമ്മിൽ ഇടേണ്ടി വരും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.